ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ നടന്ന ശവസംസ്കാര ചടങ്ങിന് ശേഷം പരമോന്നത നേതാവ് അലി ഖമേനി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കണം. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിനാണ് ചുമതല നൽകിയിരുന്നത്. കഠിനമായ ശിക്ഷ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി അത്തരമൊരു ടെൻഷനിലാണ് മിഡിൽ ഈസ്റ്റ്. ഇപ്പോഴതിന് കുറച്ചുകൂടെ വ്യക്തത വന്നിരിക്കുന്നു. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് പറയുന്നത് തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ ഉത്തരവുകൾ ഒന്നും ഇതുവരെ ലംഘിച്ചിട്ടില്ല. അതുകൊണ്ട് തിരിച്ചടി ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും, കഠിനമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും. കാരണം പ്രതികാരം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് എന്ന് IRGCയുടെ ഡെപ്യൂട്ടി കമാൻഡർ അലി ഭദവി പറഞ്ഞിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ്റെ ഭാഗത്തുനിന്ന് വലിയ നീക്കങ്ങൾ കാണാത്തപ്പോൾ ഇതൊരു കോംപ്രമൈസിലേക്ക് നീങ്ങുമോ എന്നുള്ള ചോദ്യം പല വഴിക്ക് ഉയർന്നെങ്കിൽ അങ്ങനെയില്ല. പരമോന്നത നേതാവ് ഒരു ഉത്തരവിട്ടാൽ അത് നടപ്പാക്കുക തങ്ങളുടെ ജോലി ആണ് എന്നും അതിനെ പ്രതികാരം ചെയ്യുന്ന ഒരു രീതിയാണ് തങ്ങളുടേതെന്നും ഇറാൻ സേന അറിയിച്ചു കഴിഞ്ഞു. അതായത് മേഖലയിൽ ഏത് നിമിഷവും സംഘർഷം വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നൊരു സൂചനയാണ് നൽകുന്നത്. നിലവിൽ ലെബനൻ ആസ്ഥാനമാക്കി ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ ഹിസ്ബുള്ളയും ഒപ്പം തന്നെ ഹൂത്തി വിമതരുമടക്കം ഇസ്രായേലിന് നേർക്ക് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.